ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് ബ്രീച്ച് പൊസിഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. യൂഷ്വലി ഹെഡ്, തലയാണ് കുട്ടിയുടേത് യൂട്രസിൽ താഴെയായിട്ട് ഇരിക്കുന്നത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ബട്ടക്ക് താഴെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയാണ് ബ്രീച്ച് പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ബ്രീച്ച് പൊസിഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങളെന്ന് നോക്കിയാൽ, ഈ യൂട്രസിൻ്റെ താഴ്ഭാഗത്ത് പ്ലാസൻ്റ വന്നിരിക്കുക, പ്ലാസൻ്റ പ്രീവിയ, അല്ലെങ്കിൽ ചില മുഴകൾ, ഫൈബ്രോയിഡോ എല്ലാം ഉണ്ടെങ്കിൽ, പിന്നെ യൂട്രസിൻ്റെ ഷേപ്പ് വ്യത്യാസങ്ങൾ വന്നാൽ, ഇല്ലെങ്കിൽ യൂട്രസിന് സെപ്റ്റം വന്നാലൊക്കെ ബ്രീച്ച് പൊസിഷനിൽ കുട്ടി നിൽക്കാറുണ്ട്. പിന്നെ കുട്ടിക്ക് തലയ്ക്ക് വല്ല സ്വെല്ലിങ്സ്, അത് ഹൈഡ്രോകെഫാലസ് അല്ലെങ്കിൽ നട്ടലിനുള്ള വൈകല്യങ്ങൾ, മസിലിനുള്ള വൈകല്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചിലപ്പോൾ കുട്ടി ബ്രീച്ചായിട്ട് കിടക്കാറുണ്ട്. പിന്നെ ട്വിൻസിൽ ചിലപ്പോൾ ഒരു കുട്ടി ബ്രീച്ചും ഒരു കുട്ടി കെഫാലിക് പൊസിഷനുമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രീച്ച് പൊസിഷൻ തുടക്കത്തിലൊക്കെ 20 വീക്സിൽ 28 വീക്സിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ പേടിക്കേണ്ടതൊന്നുമില്ല. പ്രഗ്നൻസി മുന്നോട്ട് പോകുമ്പോൾ ആ കുട്ടി നോർമലി തിരിഞ്ഞ് വരാറുണ്ട്. അങ്ങനെ 36-37 വീക്സ് ആയിട്ടും കുട്ടി ഇതേ പൊസിഷനിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ചൊരു കൺസേൺ ഉണ്ടാകാറുണ്ട്. ഇപ്പം ഡെലിവറിയുടെ സമയം വരെയും കുട്ടി തിരിയാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റിൽ ഒരു 37 വീക്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മോഡ് ഓഫ് ഡെലിവറി എല്ലാം ഡിസൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ ബ്രീച്ച് പൊസിഷൻ തന്നെയാണെങ്കിൽ ആ ബ്രീച്ച് ഡെലിവറി കുറച്ചും കൂടെ നോർമൽ ഡെലിവറി, ഈ ഹെഡ് താഴെയായിട്ടുള്ള ഡെലിവറിനേക്കാളും കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് കൂടുതലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 37 വീക്സ് കഴിഞ്ഞിട്ടും ബ്രീച്ചായിട്ട് തന്നെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്കുണ്ട്. ഈ ബ്രീച്ചിനെ തിരിച്ച് തല തന്നെ താഴേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ലേബർ റൂമിൽ വെച്ചിട്ട് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് ഈ കുട്ടീനെ മെല്ലെ മെല്ലെ തിരിച്ചിട്ട് തല താഴ്വശത്തേക്ക് വരുത്താനുള്ള ഒരു പ്രൊസീജിയറുണ്ട്. എക്സ്റ്റേണൽ കെഫാലിക് വേർഷൻ എന്ന് പറയും. അത് ചെയ്തിട്ട് ശരിയായ രീതിയിൽ വരുമോ എന്ന് നോക്കാൻ പറ്റും. പക്ഷേ ഇത് ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഒരു പ്രസവം കഴിഞ്ഞവർക്ക്, പിന്നെ സിസേറിയനൊന്നും മുന്നേ ഇല്ലാത്തവർക്ക്, കുട്ടിയുടെ വെള്ളം നോർമലായിട്ടുള്ളവർക്ക്, പിന്നെ കുട്ടിയുടെ തൂക്കം 2.5 to 3.5 ഇടയിലുള്ളവർക്ക്, പ്ലാസൻ്റ നോർമൽ പൊസിഷനിലുള്ളവർക്ക്, ഫൈബ്രോയിഡ്, ഈ ഇടുപ്പല്ലിന് തടസ്സമൊന്നും ഇല്ലാത്തവർക്ക്, എല്ലാം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ എക്സ്റ്റേണൽ കെഫാലിക് വേർഷൻ ചെയ്യുകയുള്ളൂ. പിന്നെ ഇത് ചെയ്തിട്ട് സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കുള്ളത് ബ്രീച്ച് ആയിട്ട് തന്നെ വജൈനൽ ഡെലിവറിക്ക് എലോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ സിസേറിയൻ ആണുള്ളത്. ഇപ്പോൾ നോർമലായിട്ട് ബ്രീച്ച് വജൈനൽ ഡെലിവറി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനും ചില ക്രൈറ്റീരിയകളുണ്ട്. ഈ കുട്ടി കിടക്കണ വെള്ളം നോർമലായിരിക്കണം, വെള്ളക്കുറവോ വെള്ള കൂടുതലോ ഉണ്ടാവാൻ പാടില്ല, പ്ലാസൻ്റ നോർമൽ പൊസിഷനിലാവണം, വേറെ ഈ കൊച്ചു വരുന്ന വഴിയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് കൺട്രാക്റ്റഡ് പെൽവിസ്, ഫൈബ്രോയിഡ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, പ്രീവിയസ് സിസേറിയനൊന്നും ആയിരിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ബ്രീച്ചിനെ വജൈനൽ ഡെലിവറിക്ക് വെക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ഫസ്റ്റ് പ്രൈമി ആയിട്ടുള്ള ഫസ്റ്റ് ഉള്ള പ്രഗ്നൻസി ആണെങ്കിൽ കഴിവതും നോർമൽ വജൈനൽ ഡെലിവറിക്ക് വെക്കാറില്ല ബ്രീച്ചിൽ. അങ്ങനെയുള്ളവർക്കെല്ലാം സിസേറിയനാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ ബ്രീച്ച് നോർമൽ ഡെലിവറിക്ക് വെക്കുകയാണെങ്കിൽ ഡേറ്റ് കഴിയാനും പാടില്ല, പാസ് ഡേറ്റ് വരാൻ പാടില്ല, പിന്നെ അതേപോലെ പ്രീ ടേം ആവാനും പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നോർമലായിട്ട് വേദന വന്ന് ആ ഡെലിവറി പ്രോഗ്രസ് ചെയ്താൽ മാത്രമേ ബ്രീച്ച് ഡെലിവറിക്ക് വിടാറുള്ളൂ. അപ്പോൾ ബ്രീച്ച് ഡെലിവറിയിൽ കുറച്ച് റിസ്ക് കൂടുതലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബട്ടക്കാണ് ആദ്യം പുറത്തേക്ക് വരിക. അപ്പോൾ വലിയ ആയിട്ടുള്ള തലഭാഗം ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് കുടുങ്ങി പോകാനുള്ള സാധ്യതയും, പിന്നെ ഹെഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നോർമൽ ഡെലിവറി ആകാതിരിക്കാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഹെഡ് കുടുങ്ങിപ്പോയാൽ പിന്നെ കുട്ടിക്ക് ശ്വാസതടസ്സവും കുട്ടി ഉള്ളിൽ വെച്ച് മരിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഈ കോഡ് പ്രൊലാപ്സ് വരാൻ, പുക്കിൾക്കൊടി മുന്നേ
ചാടി വന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് അങ്ങനെ കോഡ് പ്രൊലാപ്സ് എന്നുള്ള പ്രശ്നം ഈ ബ്രീച്ച് ഡെലിവറിയിൽ ഉണ്ടാവാറുണ്ട്. അതേപോലെ ഈ കോഡ് ചുറ്റി പിണഞ്ഞു വന്നിട്ട് കുട്ടിക്ക് ശ്വാസതടസ്സം വരാറുണ്ട്. പിന്നെ ചിലപ്പോൾ കൊച്ചിൻ്റെ കൈയിന് റിബ്സിനൊക്കെ ഇഞ്ചുറീസ് വരാനുള്ള അല്ലെങ്കിൽ ഒടിവുകൾ വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നോർമൽ വജൈനൽ ഡെലിവറി കെഫാലിക് പ്രസൻറ്റേഷനിലുള്ള വജൈനൽ ഡെലിവറിനേക്കാളും ബ്രീച്ച് വജൈനൽ ഡെലിവറി കുറച്ചും കൂടെ റിസ്ക്കിയാണ്. അത് മുന്നിൽ കണ്ടിട്ടാണ് ബ്രീച്ച് ആണെങ്കിൽ കൂടുതലായിട്ടും സിസേറിയൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ബ്രീച്ച് ഡെലിവറി ആണെങ്കിൽ സിസേറിയൻ ആണ് കൂടുതൽ അഭികാമ്യം എന്നുള്ളത് പരിപാലിക്കുന്ന ഡോക്ടർ പറയുകയാണെങ്കിൽ അതന്നെ നോക്കുകയായിരിക്കും അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്.